ഐക്യമുണ്ടാക്കാനല്ലേ ചർച്ച വെക്കുന്നില്ല. പിന്നെ ചർച്ച വേണോ? സ്വന്തം കാര്യത്തിൽ കള്ളാസ് എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്താൽ പോരെ? അപ്പൊ എല്ലാവരുമായി ചർച്ച നടത്തിയിട്ട് സമവായത്തിലെത്തി ആ സമവായ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഭംഗിയായി നടക്കും. കോൺഗ്രസിനകത്ത് ഇന്നലെയും നടന്നിട്ടുണ്ട്, ഇനിയും നടക്കാനുള്ള സാധ്യതകൾ പാർട്ടിക്കകത്തുണ്ട്. ഒരു പ്രശ്നവും കുഴപ്പവും തർക്കവും ഇതിനകത്തുണ്ടാവില്ല. നല്ല ക്ലാസ്സാണ്. നമ്പർ 1 കേരളത്തിലെ. ഒരു മാറ്റാനും കാര്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാറ്റേണ്ടവരെ മാറ്റണ്ട എന്ന് ശക്തമായി പ്രവർത്തിച്ചു പോകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയാൽ ഇറ്റ് വിൽ എഫക്ട് ബാഡ്ലി ഇൻ ദിസ് ഇലക്ഷൻ. അതാണ് ആ കാറ്റഗറിപ്പെട്ടത് തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. അതെ. ഉണ്ടെങ്കിൽ തന്നെ ഞാനിത് പറയോ? എന്താ എന്നെ പൊട്ടനാക്കുക? അല്ല, ഞാനിത് പറയോ കേൾക്കുള്ളൂ? അതൊന്നും പറയും. അവരെ കുറിച്ച് പേഴ്സണലായിട്ടുള്ള അങ്ങനത്തെ ഒരു വിലയിരുത്തൽ ഒരിക്കലും നടത്തിയിട്ടില്ല, നടത്തുകയില്ല. നടത്തിയാൽ തന്നെ നിങ്ങളോട് പറയുകയില്ല. ഇതൊക്കെ ചില അതൃപ്തി ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും. സന്തോഷിച്ചാലും അതൃപ്തി നടന്നാലും കാര്യം നടക്കാനല്ലോ നമുക്ക്. സന്തോഷിക്കേണ്ട കാര്യമുണ്ട്, അത് നടന്നോട്ടെ. ഞാൻ പോണം, അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ. അതെ, അത് ഈ ഒട്ടുമിക്ക ജയിലുകളും CPMന്റെ ഓഫീസാണ് കേരളത്തിൽ. ഇപ്പം അന്ന് ഇയാളൊരു കൈയില്ലാത്തൊരുത്തനെ പിടിച്ചില്ലേ? കൈയില്ലാത്തൊരുത്തനെ പിടിച്ചില്ലേ? ഗോവിന്ദ് ചാമി. ആരാ ഗോവിന്ദ് ചാമിക്ക് കൈ കൊടുത്ത് ഈ കയറി ഇറങ്ങാൻ? അവിടെ ആരെങ്കിലും ഇല്ലേ? ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അപ്പൊ ജയിൽ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ CPMന്റെ പാർട്ടി ഓഫീസാണ്. രക്തസാക്ഷി മണ്ഡപങ്ങളുടെ പേരിൽ കുറെ ആളുകൾ ജയിലുണ്ട്. അതെല്ലാം അവരുടെ ആഫീസാക്കി മാറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ജയിലുള്ളത്.